ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആൽവിൻ. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയ്ക്ക് അടുത്തുള്ള കൊട്ടരക്കരയിൽ നിന്നാണ്. ഞാൻ BS നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 2-നായിരുന്നു എൻ്റെ BS നഴ്സിംഗ് എക്സാമിന് മുമ്പ് 1 മന്ത് ലീവ് ഉണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തു, ഇരുന്നും കിടന്നു പഠിത്തമായിരുന്നു. എക്സാമിന് പ്രിപ്പയർ ആയി. എക്സാമിന് മുമ്പ് തലേ ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇരുന്നും പ്രാർത്ഥനയായിരുന്നു. ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു, കരഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞു അമ്മയെടുത്ത്. കിടന്നൊക്കെ പഠിച്ചു. എക്സാമിന് മുമ്പ് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം നെറ്റിൽ പൂശി പ്രാർത്ഥിച്ചു. കാശുരൂപം വെച്ചാണ് ഞാൻ എക്സാം ഹാളിൽ എൻ്റർ ആവുന്നത്. അതിന് മുമ്പ് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാണ് എക്സാം ഹാളിൽ എൻ്ററായി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. ഞാനത് ഇനി എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഒന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറയുമ്പോൾ എന്നാ എഴുതാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ പഠിച്ചതാണെങ്കിൽ അല്ല താനും. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പോയ എക്സാം ആയിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതിയ ഓരോ ആൻസർ ഷീറ്റിലും കാശുരൂപം വെച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എഴുതിയ ഓരോ പേപ്പറിലും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പറെല്ലാം കംപ്ലീറ്റ് ചെയ്തു. 4 സബ്ജക്റ്റും അതേപോലെ എഴുതി. പ്രാക്ടിക്കലും കഴിഞ്ഞു. എക്സാം കഴിഞ്ഞു. പ്രാക്ടിക്കൽ കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൃപാസനം വന്നു. അമ്മയുടെ സന്നിധി വന്നു. അമ്മയുടെ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. അമ്മ, ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. അമ്മ, ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് ധന്യ ചേച്ചിയുടെ സാക്ഷ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അമ്മയുടെ തോന്നുന്നു, അമ്മ, ഈ ചേച്ചി സാക്ഷ്യം പറയുന്ന പോലെ എനിക്ക് ഈ ആൾക്കാരെ എന്നിട്ട് സാക്ഷ്യം പറയാൻ പറ്റണേ ഞാനിന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ ഇരുന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. ഉടമ്പടി പുതുക്കി ഞാൻ പത്രമായിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടിലും എല്ലാം കയറുന്നതിന് ഓരോ വീട്ടിലും ഞാൻ പത്രം കൊടുക്കുന്നതിന് മുമ്പ് അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശിരസാക്ഷിയാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പത്രം കൊടുത്തു. ഓരോ ഭവനത്തിലും കൊടുത്തു. എന്നിട്ട് ഞാൻ കൊട്ടരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ രോഗികളെ പോയി കണ്ടു. അവർക്ക് കൃപാസന മാതാവിൻ്റെ പത്രം കൊടുത്ത് കൃപാസന മാതാവ് എന്താണ് ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അമ്മയ്ക്ക് ഓരോ രോഗികളുടെ അടുത്തും പറഞ്ഞു. അവർ സന്തോഷത്തോടെ വാങ്ങുകയും ചെയ്തു. അമ്മയടുത്ത് പറഞ്ഞതിൻ്റെ സിറ്റുവേഷൻ അമ്മയടുത്ത് ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്മയടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ റിസൾട്ട് വന്നു. ഈ ശനിയാഴ്ചയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അച്ഛൻ്റെ പഴയ ടോക്ക് 2019 ടോക്കാന്ന് തോന്നുന്നു. 2019 ടോക്ക് ഞാൻ ഉച്ചയ്ക്ക് മണിക്കൂറിന് മുമ്പാണ് ഞാൻ കാണുന്നത്. ഈ റിസൾട്ട് വരുന്നതിന് മണിക്കൂറിന് മുമ്പാണ് അച്ഛനെ ടോക്ക് ഇരുന്ന് കാണുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഡേറ്റ് ഇട്ടിന് പറഞ്ഞു. അച്ഛൻ 6/4 അക്കം ഇങ്ങനെ കാണിക്കുന്നത് പറഞ്ഞു. ഞാൻ ഇരുന്ന് പ്രതിമയിൽ 26 ഡേറ്റ് 26. അപ്പോൾ ഞാൻ കലണ്ടറിൽ നോക്കി 26 ഡേറ്റ്. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. 4 മണിക്ക് റിസൾട്ട് പബ്ലിഷായി. അപ്പം ഞാൻ ആക്ച്വലി അറിയുന്നത് 5:30ക്കാണ് റിസൾട്ട് കിട്ടുന്നത്. ഞാൻ അമ്മയുടെ വിശ്വാസപ്രമാണം ചൊല്ലി കാശുമ വെച്ച് ഞാൻ മുറുകെ പിടിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ BS നഴ്സിംഗ് ഞാൻ പാസ്സായി. എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ അല്ല ഞാൻ പാസ്സായി. ഞാൻ സത്യമായിട്ട് പറയും. കാരണം ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല. എഴുതിയെങ്കിൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും അവകാശപ്പെടാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ എഴുതി. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. അമ്മ എന്നെക്കൊണ്ട് അത് എഴുതിപ്പിക്കുമോ ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ എഴുതിയ ഓരോ ഉത്തരം ശരിയായിരുന്നു. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വാല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അമ്മ എൻ്റെ പേപ്പറുമായിട്ട് വാല്യൂ ചെയ്യുന്ന ആ ഒരു വാല്യൂട്ടറിൻ്റെ അടുത്ത് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ എന്നെ പാസ്സാക്കി നൽകി എന്നെ അനുഗ്രഹിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാക്കി അനുഗ്രഹിച്ചു. എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന മണിക്കൂറിന് മുമ്പ് ഞാൻ അമ്മയുടെ തോന്നുന്നു, അമ്മ എനിക്കൊരു അടയാളം തരണം. സാക്ഷ്യങ്ങളെല്ലാം ഞാൻ റെഗുലറായിട്ട് സാക്ഷ്യവും ടോക്കും എല്ലാം കാണുന്ന ഒരാളാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ അടയാളം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു അടയാളം തരണം. ഞാനും അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന തലേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഗ്രേസ് മാർക്ക് 2 മാർക്കാണ് താഴെ കിടപ്പുണ്ട്. കാരണം അത് അമ്മ തന്നെ എന്നെ പാസ്സാക്കി. അമ്മയാണ് എൻ്റെ പേപ്പർ വാല്യൂട്ട് ചെയ്തതും അമ്മ തന്നെയാണ് അത് പാസ്സാക്കി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു വിജയം എനിക്ക് ഉണ്ടാകില്ല അത് ഉറപ്പാണ്. ഉറപ്പായിട്ടും ഞാൻ 4 പേപ്പറിന് ഫെയിലും. കാരണം എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഞാനത് എഴുതിയിട്ടില്ല. എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൃപാസന മാതാവും കൂടെ എന്നെ പാസ്സാക്കി നൽകി എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. പിന്നെ രണ്ടാമത് ഞാൻ 2021 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഫസ്റ്റ് റിസൾട്ടായിരുന്നു. ഫസ്റ്റ് റിസൾട്ടിൽ ഒരു 5 സബ്ജക്റ്റിൽ ഒരു വിഷയം മാത്രം പാസ്. ബാലൻസ് എല്ലാം 1-2 മാർക്കിന് വ്യത്യാസം ഞാൻ ഫെയിലായി. അപ്പോൾ ഭയങ്കര വിഷമം. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, സപ്ലൈ എക്സാം എഴുതി, പാസ്സായി. പിന്നെ സെക്കൻഡ് ഇയർ എക്സാം 3 മാസം കഴിഞ്ഞിട്ട് തന്നെ സെക്കൻഡ് ഇയർ എക്സാം ഉണ്ടായിരുന്നു, അതും പാസ്സായി. പിന്നെ എൻ്റെ ആൻറ്റി ആറാമത്തെ തവണ OET എക്സാം പ്രിപ്പയർ ആൻറ്റി വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ആൻറ്റി OET എക്സാം പാസ്സായി. പിന്നെ എൻ്റെ കസിൻ ചേട്ടൻ UK പോകാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഡിലേ ആയിരുന്നു. 1 ഇയർ ആയിട്ട് ചേട്ടന് ലോൺ സാങ്ഷൻ ആവുന്നില്ലായിരുന്നു. പിന്നെ ഈ ടൈമിൽ തന്നെ ഉടമ്പടി ചേട്ടന് കൃപാസനം വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആൻറ്റി അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത്. കസിൻ ചേട്ടൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ ചേട്ടൻ UK പോയി. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു കാര്യം, അനിയന് ലിറ്റിൽ കൈറ്റേഴ്സ്, അവന് ഗ്രേസ് മാർക്ക് ആക്ച്വലി 10
അവൻ 10th അവന് കേസ് മാർക്കൊന്നുമില്ല. അപ്പോൾ ആകെ ഉള്ള ലിറ്റിൽ കാറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് എക്സാം റിട്ടേൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ട് അവൻ എഴുതാൻ പറ്റുന്നത് എനിക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ മമ്മി എക്സാമിൻ്റെ സമയത്ത് കമ്പ്യൂട്ടറാണ് എക്സാം നടത്തുന്നത്. ആ സമയത്ത് മമ്മി ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അവൻ റിസൾട്ട് വന്നപ്പോൾ അവൻ 6ാമത്തെ റാങ്ക് കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയൊരു നന്മകൾ നൽകിയും അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും എൻ്റെ കൃപാസന മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ലവ് യു അമ്മ. താങ്ക് യു.